ഹലോ നമസ്കാരം. കാൽപന്ത് കളിയുടെ സൗന്ദര്യത്തിനൊപ്പം തലമുടി അഴകിലൂടെയും ആരാധകരെ സ്വന്തമാക്കിയ ഒരു ഫുട്ബോൾ താരത്തെക്കുറിച്ച് അറിയാമോ? തലമുണ്ഡനം ചെയ്യാൻ $2 മില്യൺ, അതും 30 വർഷം മുൻപ് ഓഫർ ചെയ്യപ്പെട്ടിട്ടും എൻ്റെ മുടിയാണ് എൻ്റെ ചരിത്രം, അതിന് വിലയിടാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ താരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പേരാണ് കാർലോസ് വാൾഡറാമ. 90കളിൽ ഫുട്ബോൾ കളത്തിൽ മധ്യനിരയിൽ കാൽപന്തുമായി കവിത രചിച്ച താരം. കൊളംബിയയുടെ സുവർണ്ണ തലമുറയിൽ തലമുടി കൊണ്ടും കളി മികവ് കൊണ്ടും ലോകം ജയിച്ച ഒരേയൊരു താരം. കളിമൈതാനത്ത് വാൾഡറാമയെ സഹതാരങ്ങൾക്ക് വേഗത്തിൽ കണ്ടെത്താനുള്ള ഉപായം കൂടിയായിരുന്നു തല നിറഞ്ഞു നിന്ന ആ സ്വർണ്ണവർണ്ണ മുടികൾ. കാണാൻ വന്യവും നിയന്ത്രണവുമില്ലാത്തതായി തോന്നിപ്പിച്ചതായിരുന്നു ആ മുടിയിഴകൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കളിശൈലി തീർത്തും ശാന്തവും സുന്ദരവുമായിരുന്നു. മൈതാനത്ത് അധികം ഓടി നടക്കാതെ കൃത്യമായ സ്ഥാനത്ത് നിലയുറപ്പിച്ചുകൊണ്ട് വാൾഡറാമ കളി മെനഞ്ഞു. ഗോൾ വലയ്ക്ക് മുന്നിൽ ഹിഗ്വിറ്റ, മധ്യനിരയിൽ വാൾഡറാമ, മുന്നേറ്റത്തിൽ ഫ്രെഡി റിങ്കൺ. കൊളംബിയൻ ഫുട്ബോളിനെ അതിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിൽ ചലിപ്പിച്ച യന്ത്രത്തിൻ്റെ 3 പ്രധാന പൽചക്രങ്ങളായിരുന്നു ആ 3 പേർ. വ്യത്യസ്തമായ ഹെയർ സ്റ്റൈൽ വാൾഡറാമയെ ഫുട്ബോളിനപ്പുറത്തുള്ള ലോകത്തും പ്രശസ്തനാക്കി. വലിയ സ്വർണ്ണ നിറത്തിലുള്ള ചുരുണ്ട തലമുടിയുമായി 90കളിലെ ഫുട്ബോൾ കാർഡുകളിലും മാധ്യമങ്ങളിലും വാൾഡറാമയാണ് തിളങ്ങി നിന്നത്. ബ്ലോണ്ടേ ആഫ്രോ ഹെയർ സ്റ്റൈൽ വാൾഡറാമയെ ആഗോള ഐക്കണാക്കി മാറ്റി. കൊളംബിയൻ ഫുട്ബോളിൻ്റെ അംബാസിഡറായി മാറുകയായിരുന്നു വാൾഡറാമ. കളിയിലേക്ക് വന്നാൽ മികച്ച പാസിംഗ്, തന്ത്രപരമായ നീക്കങ്ങൾ. മറഡോണ നിറഞ്ഞു നിന്ന കാലത്ത് 1987ലും 93ലും സൗത്ത് അമേരിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയറായി മാറാൻ വാൾഡറാമയെ യോഗ്യനാക്കിയ ഘടകങ്ങൾ അതൊക്കെയായിരുന്നു. കൊളംബിയയ്ക്ക് പുറത്ത് സ്പെയിൻ, ഫ്രാൻസ്, അമേരിക്കൻ ലീഗുകൾ എന്നിവിടങ്ങളിലെ വിവിധ ക്ലബ്ബുകൾക്കായി വാൾഡറാമ പന്തുതട്ടി. അവിടങ്ങളിലും അദ്ദേഹം ആരാധകരെ വാരിക്കൂട്ടി. കൊളംബിയയ്ക്കായി കളിച്ചത് 111 മത്സരങ്ങളാണ്. 1990, 94, 98 ലോകകപ്പുകളും കളിച്ചു. അതിലേറ്റവും നിർഭാഗ്യം 1990ലെ ലോകകപ്പായിരുന്നു. ഗ്രൂപ്പ് മത്സരത്തിൽ അന്നത്തെ കരുത്തരായ ജർമ്മനിയെ കൊളംബിയ സമനിലയിൽ തളച്ചു. മത്സരത്തിൻ്റെ അവസാന മിനിറ്റിൽ വാൾഡറാമ നൽകിയ ഒരു മാന്ത്രിക പാസിൽ ഫ്രെഡി റിങ്കണാണ് ആ ചരിത്ര ഗോൾ സ്വന്തമാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായി അന്ന് കൊളംബിയ ലോകകപ്പിൻ്റെ നോക്കൗട്ടിലേക്ക് മുന്നേറി. പക്ഷേ ഗോൾ വലയ്ക്ക് മുന്നിലെ വിശ്വസ്തനായ ഹിഗ്വിറ്റയുടെ ഒരു പിഴവ്, അല്ലെങ്കിൽ ആന മണ്ടത്തരം, അവരുടെ വഴി അടച്ചു. കാമറൂണിനെതിരെ പോസ്റ്റ് വിട്ട് കയറിക്കളിച്ച ഹിഗ്വിറ്റയിൽ നിന്ന് റാഞ്ചിയ പന്തുമായി കാമറൂൺ ഇതിഹാസം റോജർ മില്ല കൊളംബിയൻ വല കുലുക്കിയപ്പോൾ സ്വപ്ന സമാനമായ ഒരു ലാറ്റിൻ അമേരിക്കൻ കുതിപ്പാണ് അപ്രതീക്ഷിതമായി അവസാനിച്ചത്. വെറുമൊരു ഫാഷൻ എന്നതിലുപരി ഒരു തലമുറയിലെ ഫുട്ബോൾ കളിക്കാരെയും പോപ്പ് സംസ്കാരത്തെയും വരെ സ്വാധീനിക്കുകയായിരുന്നു വാൾഡറാമയുടെ തലമുടി. വ്യത്യസ്ത ഹെയർ സ്റ്റൈലുകളിലൂടെ ആരാധകരെ അമ്പരപ്പിച്ച ഡേവിഡ് ബക്കാം വാൾഡറാമയുടെ തലമുടിയുടെ കടുത്ത ആരാധകനായിരുന്നു. 1998 ലോകകപ്പിൽ ഇരുവരും ജേഴ്സി കൈമാറി പരസ്പരം സൗഹൃദം പുതുക്കുന്നുണ്ട്. അതൊരു പ്രശസ്തമായ കാഴ്ചയായിരുന്നു. 90കളിലെ പ്രശസ്ത താരവും ഹെയർ സ്റ്റൈലിനുടമയുമായിരുന്ന റൂഡ് ഗുള്ളിറ്റ് ഒരിക്കൽ വാൾഡറാമയുടെ മുടിയെ അനുകരിച്ച് വിഗ് ധരിച്ച് ഒരു പൊതുപരിപാടിക്ക് എത്തിയിരുന്നു. തൻ്റെ സ്വാഭാവികമായ ചുരുണ്ട മുടിയെ അഭിമാനത്തോടുകൂടി ആഗോള വേദികളിൽ പ്രദർശിപ്പിച്ച വാൾഡറാമ കറുത്ത വംശജരുടെയും ലാറ്റിൻ അമേരിക്കക്കാരുടെയും ഹെയർ കൾച്ചറിനൊരു അംഗീകാരം ചാർത്തിക്കൊടുക്കുകയായിരുന്നു. കൊളംബിയൻ ഫുട്ബോളിൽ എന്നല്ല, ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച മധ്യനിര താരങ്ങളിൽ ഒരാൾ എൽ പൈബ് അഥവാ കുട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടയാൾ. കൊളംബിയൻ ഫുട്ബോളിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിൽ അവരുടെ ഫുട്ബോളിനെ നയിച്ച ആൾ. പെലെ തെരഞ്ഞെടുത്ത എക്കാലത്തെയും മികച്ച 125 കാൽപന്ത് കളിക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ചയാൾ. സ്വർണ്ണ തലമുടിയുമായി ജനഹൃദയങ്ങളെ ആനന്ദിപ്പിച്ചയാൾ. 3 പതിറ്റാണ്ട് മുൻപ് മുടിമുറിക്കാനായി $20 ലക്ഷം വാഗ്ദാനം നിരസിച്ച വാൾഡറാമ 8 വർഷങ്ങൾക്ക് മുമ്പ് ആ ചുരുണ്ട മുടികൾ സ്ട്രെയിറ്റ് ചെയ്തിരുന്നു. അതും ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഒരു കാലത്ത് കളിക്കളം അടക്കി ഭരിച്ച ആ സിഗ്നേച്ചർ ലുക്കിന് താൽക്കാലികമായെങ്കിലും മാറ്റമുണ്ടായെങ്കിലും ജനകോടികളുടെ മനസ്സിൽ വാൾഡറാമ എന്നാൽ പൂത്തിളഞ്ഞു നിൽക്കുന്ന തലമുടിയുടെ ഉടമയാണ്. പ്രായം 60 മിനിറ്റെങ്കിലും കളിക്കളത്തിൽ പണ്ട് കണ്ട അതേ ആഫ്രോ മുടിയുമായി ഇന്നും ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് വാൾഡറാമ. കുറിയ പാസുകളിലൂടെ ആക്രമിച്ച് മുന്നേറി ഗോളടിക്കുകയും ഒന്നിച്ചിറങ്ങി പ്രതിരോധിക്കുകയും ചെയ്യുന്ന സുന്ദരമായ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കളിക്കുന്നവരാണ് കൊളംബിയക്കാർ. ആ ശൈലിയേക്കാൾ മനോഹരമായിരുന്നു വാൾഡറാമയും അദ്ദേഹത്തിൻ്റെ തലമുടിയും അവിടെ വിരിഞ്ഞ പന്ത്രക്കളും. ഇത്തരം രസകരമായ ഫുട്ബോൾ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക സ്പോർട്സ് റിപ്പോർട്ടർ. വീണ്ടും കാണാം മറ്റൊരു പതിപ്പ്.